കേരള സർവകലാശാല കലോത്സവത്തിലെ വിധികർത്താവായ കണ്ണൂർ മേലേച്ചൊവ്വയിലെ ഷാജിയുടെ മരണത്തിൽ ആരോപണം ഉന്നയിച്ച കുടുംബം. ഷാജിയുടെ മുഖത്ത് മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായി അമ്മ ലളിത പറഞ്ഞു. പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്നും കുടുംബം വ്യക്തമാക്കി. ഇന്നലെ രാത്രിയോടെയാണ് തിരുവനന്തപുരത്ത് നടന്ന കേരള സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട കോഴക്കേസിൽ ആരോപണ വിധേയനായ വിധികർത്താവിനെ കണ്ണൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷം ഉള്ളിച്ചെന്ന് മരിച്ച നിലയിലാണ് ഷാജിയെ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നിരപരാധിയാണെന്നും കോഴ വാങ്ങി വിധി നിർണയം നടത്തിയിട്ടില്ലെന്നുമാണ് കുറിപ്പിലുള്ളത്. ഇത് സ്ഥിരീകരിക്കുകയാണ് ഷാജിയുടെ അമ്മ ലളിതയും. മകൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും മകൻ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം സന്തോഷത്തോടെ കണ്ടിട്ടില്ലെന്നും അമ്മ പറയുന്നു. മുഖത്ത് പാടുകളുണ്ടായിരുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമില്ലെന്നറിയാം. മകന് നീതി കിട്ടണമെന്നും അമ്മ പറഞ്ഞു. അന്നേന്ന് മുതലല്ലേ എന്നോട് ഇങ്ങനെ പറയുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കാല് പിടിച്ചിട്ടു, മുത്തം തന്നിട്ടു, പിന്നെ എൻ്റെ മടി തല വെച്ചിട്ടു കിടന്നിട്ടു. അന്നേരെ പറയുന്ന വർത്താനാണിത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. എനിക്ക് എൻ്റെ അമ്മേനെ മാത്രമേ വിശ്വസിപ്പിക്കണ്ടു, വേറെ ആരെയും വിശ്വസിപ്പിക്കണ്ട എന്നല്ലാന്ന് അന്നേ പറയുന്നു. ഇന്നലെ രാവിലെയും പറഞ്ഞ്. PN ഷാജിയുടെ മരണത്തിന് ഉത്തരവാദി SFI എന്ന് K. സുധാകരൻ MP ആരോപിച്ചു. ഫലം അട്ടിമറിക്കാൻ SFI നിർണായക ഇടപെടൽ നടത്തിയെന്നും SFIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതാണ് ശത്രുതയ്ക്ക് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഷാജിയുടെ വീട് സന്ദർശിച്ച ശേഷം K. സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേൾക്കുന്ന വാർത്തകളെല്ലാം SFIക്കാരുടെ ഗുണ്ടായുസത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്. നമുക്കെല്ലാം അറിയാലോ. ഇപ്പോൾ എത്രയോ ചെറുപ്പക്കാരുടെയൊക്കെ മരണത്തെക്കുറിച്ച് കേരളത്തിൽ ഇന്ന് വരെ ഈ ഇന്ത്യ രാജ്യത്ത് ഇതുപോലത്തെ ഒരു കിരാതമായ മരണം, സിദ്ധാർത്ഥൻ്റെ മരണം പോലെ നടന്നിട്ടുണ്ടാവില്ല. SFI ആണ് ഈ പറയുന്ന പാപം മനുഷ്യൻ്റെ മരണത്തിനും ഉത്തരവാദി SFI ആണ്. വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്നാരോപിച്ച് യുവജനോത്സവത്തിനിടെ സംഘർഷം ഉടലെടുത്തിരുന്നു. തുടർന്ന് കൂടുതൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മത്സരങ്ങൾ പൂർത്തിയായ മുമ്പ് VC ഇടപെട്ട് കലോത്സവം നിർത്തിവെപ്പിക്കുകയും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ.